ഡെയിലി ചെറിയൊരു നെറ്റ് പോലെ ഉണ്ട്. ചെറിയ പിള്ളേരാണെങ്കിൽ കാല് കുടുങ്ങും. അത് മാത്രം നമുക്ക് കെയർ ചെയ്താൽ മതി. പക്ഷേ സംഭവം കൊള്ളാം. തൊട്ടടുത്തൊരു കിണറടപ്പുണ്ട്. വെള്ളം ഉണ്ടാവോ? കുറച്ച് വെള്ളം ഉണ്ട് കേട്ടോ. MSCയുടെ ക്രൂയിസാണ് ഈ കിടക്കുന്നത്. ഈ കാണുന്നതാണ് നാഷണൽ മ്യൂസിയം ഓഫ് ഖത്തർ. മുകളിൽ എന്തൊക്കെയോ. അസ്സലാമു അലൈക്കും. ഒരു യാത്രാ വ്ളോഗിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ പേര് അൽത്താഫ്. ഞാൻ നിൽക്കുന്നത് എവിടെയെന്ന് അറിയാം? ഡെസേർട്ട് റോസ് ആകൃതിയിൽ നിർമ്മിച്ച് ലോക പ്രശസ്തമായിട്ടുള്ള ഒരു സ്ഥലത്താണ്. അത് ഏതാണെന്നല്ലേ? അതാണ് നമ്മുടെ നാഷണൽ മ്യൂസിയം ഓഫ് ഖത്തർ. അപ്പോൾ നമുക്ക് ഇന്നത്തെ കാഴ്ച നാഷണൽ ഓഫ് മ്യൂസിയം ഓഫ് ഖത്തറിലെ കാഴ്ചകളുമായിട്ട് നമുക്ക് ഒരു യാത്രാ വ്ളോഗിലൂടെ പോകാമല്ലേ? അപ്പോൾ എല്ലാവർക്കും വീണ്ടും സ്വാഗതം. അങ്ങനെ മ്യൂസിയത്തിലേക്ക് പോണേക്ക് കൂടെ ഒരു ആഡംബര കപ്പൽ വന്നിട്ടുണ്ട്. നമുക്ക് എന്തായാലും അതും കൂടിയും കാണാം. അപ്പൊ അത് കാണാൻ വേണ്ടി മിനാ പോർട്ടിലേക്ക് വേണ്ട വണ്ടി പാർക്കിംഗ് കിട്ടി. നമുക്ക് എന്തായാലും ആ ഷിപ്പിന്റെ അങ്ങോട്ട് പോകാല്ലേ. പിന്നെ വലിയ ക്രൂയിസ് ആണ് കിടക്കുന്നത്. ക്രൂയിസ് എന്ന് വെച്ചാൽ ഷിപ്പ് പാസഞ്ചർ ക്രൂയിസ് ആണ് കിടക്കുന്നത്. എന്ത് ഹൈറ്റാന്നറിയോ സംഭവം കാണാനായിട്ട്. അകലേന്ന് കാണുമ്പോൾ ഒരു ആഡംബര ബിൽഡിങ് പോലെ ഉണ്ടാ. MSC അതാണ് ഈ ക്രൂയിസിന്റെ പേരിട്ടാ. ഭയങ്കര കാറ്റ്. ഇവിടെ അധികം കൂടുതലൊന്നും എടുക്കണില്ല. കാരണം എന്ന് വെച്ചാൽ ഞാൻ മുമ്പ് ഇവിടെ വന്നിട്ട് എടുത്താണ് കുറേ വീഡിയോസൊക്കെ. അപ്പോൾ എന്തായാലും ഇവിടെ ഷിപ്പ് കിടക്കുന്നുണ്ട്. അപ്പോൾ ഞാനിവിടെ വന്നതാണ്. എന്തായാലും നമുക്ക് അടുത്ത സ്പോട്ടിലേക്ക് പോവാം. നമുക്ക് എന്തായാലും ആ ഷിപ്പിന്റെ ഭാഗത്തേക്ക് തന്നെ പോവാം. അതേ കിടക്കണം. എന്താ ഹൈറ്റ് അല്ല സംഭവം കാണാനായിട്ട്. ഒരു ആഡംബര ബിൽഡിങ് തന്നെ സംഭവം. അകത്തേക്ക് കയറ്റി വിടുന്നില്ല. പണി പാളി. മുമ്പൊക്കെ ഇവിടെ ഒരു നമുക്ക് അകത്തേക്ക് കയറ്റായിരുന്നു വണ്ടിയായിട്ട്. അവിടെ പാർക്കിംഗ് ഒക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ അവിടെ ക്ലോസ് ചെയ്തിട്ടേക്കാണ്. നമുക്ക് എന്തായാലും ഇവിടെ നിന്ന് യൂ ടേൺ എടുക്കാം. അപ്പോൾ നമുക്ക് വണ്ടിയിൽ ഇരുന്നിട്ട് ഷിപ്പിന്റെ കാഴ്ച കാണാം. പക്ഷെ എൻ്റെ പൂരം എന്താ ഹൈറ്റ് അല്ലേ. എനിക്ക് തോന്നണേ ഇത് വണ്ടി ഇവിടെ നിർത്തിയിട്ടുണ്ട്. ഈ ഷിപ്പ് ഇവിടെ നിർത്തിയേക്കണല്ലേ. അതിൽ നിന്ന് പിന്നെ ടൂറിസ്റ്റുകളൊക്കെ കുറെ ഒക്കെ ഇറങ്ങിയിട്ട് ഇവിടെ കറങ്ങാനൊക്കെ പോകും. ഇപ്പൊ ഈ ക്ലൈമറ്റിലാണ് ഇവർ വന്നത്. ഈ തണുപ്പ് സീസണിലാണ് ഇവിടെ ക്രൂയിസ് ഒക്കെ കൂടുതലും വന്നത് കേട്ടാ ഖത്തർ പോർട്ടില്. ഇനി നമുക്ക് അടുത്ത സ്പോട്ടിലേക്ക് പോവാം. ഇപ്പൊ എന്തായാലും ഇവിടുത്തെ ഫുൾ വീഡിയോസ് ഒന്നും എടുക്കണില്ല. കാരണം വെച്ചാൽ ഞാൻ ആദ്യത്തെ വീഡിയോസ് ഒക്കെ ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തത്. മിനാ പോർട്ട് കോർണിഷ് ഏരിയ. അപ്പൊ എന്തായാലും ഞാൻ ഇവിടെ വരാൻ കാരണം ഇപ്പൊ ഒരു ഷിപ്പ് കിടപ്പുണ്ടായിരുന്നു. അപ്പൊ എന്തായാലും ആ ഷിപ്പ് ഒന്ന് നിങ്ങളെ കാണിക്കാന്ന് വിചാരിച്ചാണ് വന്നത്. നമുക്ക് ആദ്യം എനിക്ക് ഷിപ്പ് കിടക്കണോടത്ത് അവിടെ വരെയൊക്കെ പോവായിരുന്നു മുമ്പ്. ഇപ്പൊ അവിടെ ക്ലോസ് ചെയ്തിട്ടേക്കാണ്. അപ്പൊ എന്തായാലും ആ പോർട്ട് വരെ നമുക്ക് പോകാൻ പറ്റണില്ല. അപ്പൊ നമുക്ക് എന്തായാലും അടുത്ത സ്പോട്ടിലേക്ക് പോകും. എന്തായാലും അടുത്ത സ്പോട്ടായ ഖത്തർ നാഷണൽ മ്യൂസിയത്തിലേക്കാണ് ഞാനിപ്പോ പോകുന്നത്. അപ്പൊ ഇന്ന് നമുക്ക് ഖത്തർ നാഷണൽ മ്യൂസിയത്തിലേക്ക് ഞാൻ വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് വണ്ടി പാർക്ക് ചെയ്യാൻ കുറെ നേരം പിടിച്ചു. അപ്പൊ ഞാൻ എന്തായാലും ഇവിടെ വണ്ടി പാർക്ക് ചെയ്ത് നമുക്ക് മ്യൂസിയത്തിലേക്ക് നടക്കാല്ലേ. ജിമ്നി വണ്ടിയാണ് സുസുക്കിയുടെ. നമ്മുടെ നാട്ടിലെ ജിമ്നിയിൽ ഇവിടെയൊക്കെ സിംഗിൾ ഡോർ ജിമ്നിയാണ്. നമ്മുടെ നാട്ടിലുള്ളത് ഡബിൾ ഡോറാണ്. ഇത് ചെറിയ വണ്ടിയല്ലേ. ഇവിടെ നാഷണൽ മ്യൂസിയത്തിലേക്ക് വരാനായിട്ട് നമുക്ക് ഇവിടെ മെട്രോ ആക്സസ് ഒക്കെ ഉണ്ട് കേട്ടോ. മ്യൂസിയത്തിലേക്ക് വരണമെങ്കിൽ ഇവിടെ മെട്രോ ആക്സസ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഏതെങ്കിലും ഒരു മെട്രോ സ്റ്റേഷനിൽ കയറി കഴിഞ്ഞാൽ മുഷറബിന്നോ അല്ലെങ്കിൽ അവിടെ നിന്ന് ഡയറക്റ്റ് ചിലപ്പോൾ മ്യൂസിയത്തിലേക്കുള്ള മെട്രോ കിട്ടും. അപ്പോൾ നമുക്ക് ടോട്ടൽ എനർജിയിലേക്ക് കയറാനുള്ള ചെറിയൊരു മാപ്പാണ് കേട്ടോ. ഒരു ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട് ഇതിൽ. നമുക്ക് എന്തായാലും കയറാല്ലേ. ടോട്ടൽ എനർജീസ് പ്ലേ ഗ്രൗണ്ട്. ടോട്ടൽ എനർജി പ്ലേ ഗ്രൗണ്ട് എന്ന് പറഞ്ഞ സംഭവം. നമുക്ക് എന്തായാലും അത് കയറി നോക്കാം. ഇതെന്താണെന്നറിയില്ല. നോക്കട്ടെ, കയറി നോക്കാം. അതിൻ്റെ ഫ്രണ്ടിൽ കാണുന്നുണ്ട്. അകത്തേക്ക് കയറണേക്ക് മുമ്പേ പുറത്ത് തന്നെ ചെറിയൊരു നടക്കാനുള്ള സെറ്റപ്പ് ഉണ്ട്. ഈ നെറ്റൊക്കെ കിട്ടട്ടെ. എന്തായാലും നടന്നു നോക്കട്ടെ. കാണാൻ നല്ല ഭംഗിയുണ്ട്. അടിപൊളി അടിപൊളി. അകത്ത് തന്നെ വീഴും സംഭവം കൊള്ളാട്ടത്. അടിയിൽ ചെറിയൊരു നെറ്റ് പോലെ ഉണ്ട്. ചെറിയ പിള്ളേരാണെങ്കിൽ കാല് കുടുങ്ങും. അത് മാത്രം നമുക്ക് കെയർ ചെയ്താൽ മതി. പക്ഷേ സംഭവം കൊള്ളതില്ല നടക്കാനായിട്ട്. ഇവിടെ നിന്ന് ഇത് കളിച്ചുകൊണ്ടിരുന്നാലേ ടോട്ടൽ എനർജിയിലേക്ക് കയറാൻ പറ്റില്ല. അപ്പം നമുക്ക് അതും കൂടിയും കയറാം. അതും കൂടിയും കയറിയിട്ട് മ്യൂസിയത്തിൻ്റെ അകത്ത് കയറാം അല്ലേ. അപ്പോൾ മ്യൂസിയത്തിൻ്റെ പുറത്തുള്ള കാഴ്ചയാണ് ഈ കാണുന്നത്. ഇനി അങ്ങനെ ഒരുപാടുണ്ട്. നമുക്ക് അതുകൂടി കാണുന്നത് എന്താ സംഭവം നോക്കട്ടെ. LNG ഹീറ്റിംഗ് ആൻഡ് കൂളിംഗ്. അകത്തേക്ക് കയറുമ്പോൾ തന്നെ കുറച്ച് ഫാനുകളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചേക്കാണ്. എക്സോസ്റ്റ് ഫാനുകളിലെ. പിന്നെ അതുപോലെ തന്നെ ഇത് പൈപ്പൊക്കെ ഉണ്ടല്ലോ. നമ്മളൊരു സയൻസ് ലാബിൽ കയറിയേക്കണ പോലെ കേട്ടോ സംഭവം. എന്തായാലും കൊള്ളത്. ഇതൊക്കെ തോന്നുന്നു CNGയുടെ പൈപ്പൊക്കെ അവർ ഡെമോ ഉണ്ടാക്കി വെച്ചേക്കാണ്. പിള്ളേർക്ക് കളിക്കാണ്ട് പ്ലേ ഗ്രൗണ്ട്. ഓരോ സ്ഥലത്തിന് പേരുകൾ കൊടുത്തിട്ടുണ്ട്. റിന്യൂവബിൾ എനർജീസ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട്
ഓരോ സ്ഥലത്തേക്ക് മാറുമ്പോൾ വ്യത്യസ്തമായിട്ടുള്ള കളർ ലൈറ്റുകളുണ്ട്, റെഡ്, ബ്ലൂ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട്. കാർബൺ, ദ സോയിൽ ആൻഡ് ട്രീസ്, ദ പമ്പിംഗ് ഹെർട്ട് ഓഫ് ദ റിഫൈനറി. ഒരു പേരുകളൊക്കെ ഇതിലുണ്ട്, ബോളിംഗ്, ബോൾട്ടിങ്. ഇതെന്താണോ പൈപ്പ്, ഷവർ പോലെ ഉണ്ടല്ലോ കണ്ടിട്ട്. ഇതിനകത്തേക്ക് കയറുമ്പോൾ തന്നെ നിറങ്ങളിലുള്ള ക്ലൈംബിംഗ് സ്ട്രക്ചറുകളും സ്ലൈഡുകളൊക്കെ കണ്ണിപ്പെടും പെട്ടെന്ന്. എല്ലായിടത്തും കുട്ടികൾ സന്തോഷത്തോടെ കളിക്കുന്നത് മോഡേൺ ആയിട്ട് ഡിസൈൻ ചെയ്ത പ്ലേ ഏരിയയും കാണാം. ഓപ്പൺ എയർ ഡിസൈൻ ഇതിനെ കാണാനും നടക്കാനും നല്ല കംഫർട്ടാണ് ഈ സ്ഥലത്ത്. മൊത്തത്തിലൊരു വൈബാണ് സംഭവം ഇത്. ഇതൊരു സാധാരണ പ്ലേ ഗ്രൗണ്ട് അല്ല കേട്ടോ. ഖത്തറിലെ മ്യൂസിയം ഏരിയയുടെ ഭാഗമായിട്ട് ഒരു ഫാമിലി ഫ്രണ്ട് മോഡൽ സ്പേസിലാണ് ഇത് നിർമ്മിച്ചേക്കുന്നത്. ഈ പ്ലേ ഗ്രൗണ്ട് സ്പോൺസർ ചെയ്തത് ടോട്ടൽ എനർജിയാണ്. അതാണ് ടോട്ടൽ എനർജി എന്നുള്ള പേര് വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ കാണുന്ന ഡിസൈൻ മുഴുവൻ ഒരു എഡ്യൂക്കേഷന് ഫ്യൂച്ചറിസ്റ്റിക് ടച്ചോടെയാണ് ഇത് നിർമ്മിച്ചേക്കുന്നത്. റോഡ് സിഗ്നലിനെ പറ്റിയൊക്കെയുള്ള ഒരു പ്ലേ ഗ്രൗണ്ട് ആണ് ഈ കാണുന്നത്. ഓരോ സെക്ഷനായിട്ടാണ്. നോ യുവർ റോഡ് സൈൻസ്, ഹോൺ അടിക്കരുത്, സ്റ്റോപ്പ് ബോർഡ്, അങ്ങനെയൊക്കെ ഉള്ളതൊക്കെ. അപ്പൊ ഓരോ സെക്ഷനിലേക്കുള്ള വഴികളാണ് ഈ കാണുന്നത്. ഓരോ ബിൽഡിങ്ങുകളുണ്ട്, ഒരു പേരൊക്കെ കൊടുത്തിട്ടുണ്ട് അതില്. അടുത്തയിലേക്ക് പോകാനായിട്ടൊക്കെ വഴികളൊക്കെ ഉണ്ട് കേട്ടോ അതിന്റെ ഉള്ളില്. ഇത് ഞാൻ നേരത്തെ നടന്നു പോയ ഒരു പാലം പോലത്തെ ഇല്ലേ, അതിന്റെ ഡിസൈനിൽ തന്നെ കുട്ടികൾക്ക് അപ്പുറത്തേക്ക് സെക്ഷനിലേക്കൊക്കെ പോകാനൊക്കെ ആയിട്ടൊക്കെ ഉള്ള ചെറിയ റൈഡാണ്. അപ്പൊ ഞാൻ ടോട്ടൽ എനർജീസിന്റെ അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഒരു കാഴ്ചയാണ് ഈ കാണുന്നത്. അവിടെ പിള്ളേരൊക്കെ വെള്ളത്തിലേക്ക് കളിക്കുന്നുണ്ട്, വെള്ളത്തിലേ. അപ്പൊ ഞാൻ എന്തായാലും ഇവിടുത്തെ കാഴ്ച കണ്ട്. പക്ഷെ ഈ സംഭവം ഉണ്ടല്ലോ, ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. ഞാൻ പുറത്തുനിന്ന് കണ്ടിട്ടുണ്ട് ഈ സംഭവം. ഞാൻ മ്യൂസിയത്തിന്റെ അകത്ത് കയറിയിട്ടുള്ളൂ, ഇതിന്റെ ഉള്ളിലേക്ക് കയറിയിട്ടില്ല. ഉള്ളിൽ കയറി വെച്ചാൽ എവിടെയൊക്കെ കണ്ടിട്ടുള്ളൂ. പക്ഷെ ഇതിന്റെ ഉള്ളിൽ കയറിയപ്പോൾ നല്ല രസമുണ്ട്. അതായത് കുട്ടികൾക്ക് കളിക്കാൻ പറ്റിയ എനർജിയുടെ അങ്ങനെയൊക്കെയുള്ള അതിന്റെയൊക്കെ ഒരു പ്ലേ ഗ്രൗണ്ട് ആണ് സംഭവം. സംഭവം എന്തായാലും പൊളിയാണ് കേട്ടോ. നമുക്ക് മ്യൂസിയത്തിന്റെ അകത്ത് കയറാം. ഇപ്പോൾ ഞാൻ ഖത്തറിലെ ഏറ്റവും പ്രശസ്തമായ സ്ഥലങ്ങളിൽ ഒന്നായ നാഷണൽ മ്യൂസിയം ഓഫ് ഖത്തറിലാണ്. 2019 തുറന്ന ഈ മ്യൂസിയം ഖത്തറിന്റെ ചരിത്രവും സംസ്കാരവും ഒരുമിച്ച് അവതരിപ്പിക്കുന്ന സ്ഥലം കൂടിയാണ്. മരുഭൂമിയിലെ ഡെസേർട്ട് റോസ് എന്ന രൂപത്തിൽ ഡിസൈൻ ചെയ്ത ഈ ബിൽഡിംഗ് തന്നെ ഒരു അത്ഭുതം തന്നെയാട്ടോ. ഖത്തറിന്റെ പഴയ കാലം മുതൽ ഇന്നത്തെ ആധുനിക രാജ്യമായി മാറിയ കഥ വരെ ഇവിടെ കാണാം. ഖത്തറിൽ വന്നാൽ തീർച്ചയായും സന്ദർശിക്കേണ്ട ഒരു സ്ഥലം കൂടിയാണിത്. മ്യൂസിയത്തിന്റെ അകത്തേക്ക് എൻട്രി ആയിട്ടാ. അപ്പൊ അവിടെ കാണുന്ന കുറച്ച് കാഴ്ചകളാണ് ഇനി നമുക്ക് കാണാൻ പോകുന്നത്. എന്നാ കൺസ്ട്രക്ഷനാണ് ചെയ്തു വെച്ചിരിക്കുന്നത്. വെറുതെ അല്ല ഇതിനെ ഡെസേർട്ട് റോസ് എന്നറിയപ്പെടുന്നു. റോസാപ്പൂവിന്റെ ഒക്കെ ഓരോ ഇതള് പോലെയില്ലേ കാണാനായിട്ട്. ഇത്തവണ ഇന്ന് കുറെ ടൂറിസ്റ്റുകൾ വന്നിട്ടുണ്ട്. നേരത്തെ ക്രൂയിസ് ഷിപ്പ് കണ്ടിട്ടില്ലായിരുന്നു. അപ്പൊ അതിൽ നിന്നൊക്കെയാണ് ആൾക്കാർ വന്നേക്കണത്. സംഭവം നമ്മൾ പാലസിലൊക്കെ പോകുമ്പോൾ ഓരോ ബീരങ്കികളൊക്കെ വെച്ചിട്ടുണ്ടാവില്ലേ, അങ്ങനത്തെ ഒരു സംഭവം ഉണ്ട് ഇവിടെ വെച്ചേക്കുന്നത്. ചെറിയൊരു ബീരങ്കി, പണ്ടത്തെ ആൾക്കാരൊക്കെ ഉപയോഗിച്ചിരുന്ന യുദ്ധത്തിനൊക്കെ ഉപയോഗിച്ചിരുന്ന ചെറിയൊരു ബീരങ്കിയാണിത്. നോൺ ടച്ച് ആണ് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഈ മ്യൂസിയം ഓഫ് ഖത്തറിന്റെ മുന്നിൽ ഉയർന്നു നിൽക്കുന്ന ഈ വലിയ ഖത്തർ പതാക ഉണ്ടല്ലോ, പതാകയുടെ അടിഭാഗത്ത് കൈകൾ ചേർത്ത് പിടിക്കുന്ന ഒരു രൂപം കാണാം. അതായത് ഖത്തർ ജനതയുടെ ഐക്യം, സഹകരണം, പരസ്പര പിന്തുണ എന്നിവ സൂചിപ്പിക്കുന്നതാണ്. ഒരു ഹെലികോപ്റ്റർ ലാൻഡ് ചെയ്യാൻ ഇവിടെ തൊട്ടടുത്തിന് ഓൾഡ് എയർപോർട്ട് ഉണ്ട്. അകത്തേക്ക് കയറുമ്പോ തന്നെ ഒരു ചെറിയൊരു കിണർ കാണാട്ടാ. അത്യാവശ്യം വെള്ളമൊക്കെ ഉണ്ടെന്ന് തോന്നണ്. അത് ഒരുപാട് വെള്ളം ഉണ്ട് കേട്ടാ. നല്ല ക്ലിയർ വെള്ളം അല്ലേ. വെള്ളം കോരാനുള്ളൊക്കെ സെറ്റപ്പ് ഒക്കെ ഉണ്ട് കേട്ടോ, കയറൊക്കെ കെട്ടിയിട്ടേ. ഇവിടെ നോക്കിയപ്പോഴേ നല്ലൊരു ബിൽഡിംഗ് ഉണ്ട്. ആൾക്കാർക്ക് അതിന്റെ മുകളിൽ നിന്നൊക്കെ ഫോട്ടോസും ഒക്കെ എടുക്കുന്നുണ്ട്. നമുക്ക് എന്തായാലും കയറി നോക്കാം. അപ്പൊ അതിന് ചുറ്റുള്ള ഭാഗങ്ങളൊക്കെ നോക്കി. ഇതാണ് ആ ബിൽഡിങ്ങിലേക്ക് കയറാനുള്ള എൻട്രൻസ്. എന്തായാലും ബിൽഡിങ്ങിന്റെ അകത്തേക്ക് ഒന്ന് കയറി നോക്കട്ടെ. കയറുമ്പോ തന്നെ മരത്തിന്റെ ഡോറൊക്കെയാണ് ഇവിടെ ഉള്ളത്. ഇതിന്റെ ചുമരും അതുപോലെ തന്നെ മേൽക്കൂരയൊക്കെ നോക്കി മരത്തിന്റെ. ഈ വിൻഡോയിലൂടെ നോക്കുമ്പോ ഒരു ചന്ദ്രൻ പോണ നോക്കി. ഇത് സംഭവം സ്ക്രീനാണ് ട്ടാ. ഇതല്ലേ സ്റ്റെപ്പ് ഒന്ന് കയറി നോക്കാം. മുകളിലേക്ക് കയറുമ്പോൾ ഒരു വ്യൂ ആണ് ഈ കാണുന്നത്. എന്താ സെറ്റപ്പ് നോക്കിയോടാ. ഈ മ്യൂസിയത്തിന്റെ മുകളിലത്തെ ഒരു ഭാഗമാണ് ഈ കാണുന്നത്. ഒരു വ്യൂ നോക്കിയേ, അടിപൊളി വ്യൂ കേട്ടോ, ഒരു രക്ഷയില്ല. നല്ല അടിപൊളി വ്യൂ ആണ് ഏറ്റവും മുകളിൽ നിന്ന് കാണാൻ പറ്റുന്നത്. ബാക്കിൽ നമുക്ക് കടല്, കോർണിഷ്, പിന്നെ ആ ക്രൂയിസ് ഷിപ്പ് കിടക്കുന്നുണ്ട്. ഇതും കൂടെ അടിപൊളി കേട്ടാ. നല്ല കാറ്റുണ്ട് സംഭവം. വെയിലുണ്ട്, കാറ്റുണ്ട്. വെയിലിന് ചൂടില്ല. നല്ല അടിപൊളി ക്ലൈമറ്റ് കേട്ടോ, ഒരു രക്ഷയില്ലട്ടോ. പോളി ഇതിന്റെ മുകളിൽ നിന്ന് കാണാനായിട്ട്. റോസാപ്പൂവിന്റെ ഇതെന്ന് വെറുതെ അല്ല പറയണത്. ഡെസേർട്ട് റോസ് എന്ന് പറയുന്ന ഈ സ്ഥലത്തിന് കറക്റ്റ് അതേ ഷേപ്പിലൊക്കെ തന്നെ കൺസ്ട്രക്ഷൻ ചെയ്ത് വെച്ചാണ്. നമുക്ക് താഴേക്ക് ഇറങ്ങിയിട്ട് മെയിൻ മ്യൂസിയത്തിലേക്ക് പോവാം. അപ്പൊ നമുക്ക് അവിടത്തെയും കുറച്ച് കാഴ്ചകൾ കണ്ടു കഴിഞ്ഞിട്ട് പോവാല്ലേ.
എന്തായാലും താഴേക്ക് പോവാ. ഈ സ്റ്റെപ്പ് ഇറങ്ങണത്തിരി ചടങ്ങാണ്, പിടിച്ചിറങ്ങട്ടെ. ഞാൻ താഴെ എത്തിയിട്ട് ഇനിയിപ്പോൾ അകത്തേക്ക് കയറാം. ഇനി എന്തായാലും മ്യൂസിയത്തിലേക്ക് കയറാം. അതുപോലെ പെയ്ഡ് വാട്ടർ ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് ഇവിടെ. അവിടെ തന്നെ കിഡ്സിന്റെ ഒക്കെ ചെറിയൊരു ഷോപ്പ് ഉണ്ട്. അവരുടെ പുസ്തകങ്ങൾ പിന്നെ അവരെ കളിക്കുന്ന കളിപ്പാട്ടങ്ങളൊക്കെ ഉള്ള ടോയ്സ് ഒക്കെ ഉള്ള ഒരു ഷോപ്പ്. ഇതാ ഷോപ്പിൽ വെച്ചേക്കുന്നത് ഒറിജിനൽ കല്ലാണ് കടലിന്റെ അടിയിലുള്ളത്. ഈ കാണുന്ന കല്ലുണ്ടല്ലോ 1200 വർഷമുള്ള കല്ലാണ്. ഈ ധാന്യങ്ങളൊക്കെ പൊടിക്കാനായിട്ട് ഉപയോഗിച്ചിരുന്ന കല്ലാണ്ടത്. അതുപോലെ തന്നെ ടെന്റിന് ഉപയോഗിച്ചിരുന്ന റിബൺ ഒക്കെ ഉണ്ട് പഴയ കാലത്ത്. അവിടെ പാസ് ഉണ്ട്. ഇനി മ്യൂസിയത്തിലേക്ക് കയറാനായിട്ട് നമുക്ക് എന്തായാലും അവിടെ പോയി നോക്കാം. എന്തായാലും താഴേക്ക് ഇറങ്ങാല്ലേ. നല്ല തിരക്കുണ്ട് കേട്ടോ അവിടെ. അങ്ങനെ പാസ് കിട്ടി. ഈ സംഭവം ഉണ്ടല്ലോ പഴയ ടൈപ്പ് വീടുകളെ ട്രഡീഷണൽ ഹൗസ് ഉണ്ടല്ലോ ഖത്തറിന്റെ, അതിന്റെ ആർക്കിടെക്ചറും സ്കെച്ചുകളാണ് നമുക്ക് ആദ്യം കാണാൻ പറ്റുന്നത്. ഇവിടെ ബോട്ടുകളുടെ സ്കെച്ചുകളൊക്കെ കാണുന്നുണ്ട്. വേറെ ഒന്നുമല്ല, ഈ ബോട്ടുകളൊക്കെ ഉണ്ടാക്കാൻ ഉപയോഗിച്ച വസ്തുക്കളാണ് ഈ കാണുന്നത്. അത് ഉപയോഗിച്ചിരുന്ന ടൂൾസ് മറ്റേ ഉളി, പിന്നെ അതുപോലെ തന്നെ ചുറ്റിക, അതുപോലെ തന്നെ അറക്കവാളൊക്കെ ഇല്ലേ, ആ കാണുന്നതാണ്. ചെറിയൊരു അറക്കവാളാണ്, പണ്ടത്തെ ഉപയോഗിച്ചിരുന്ന വസ്തുക്കളാണ് ഇതൊക്കെ. ഈ കാണുന്ന സംഭവം ഉണ്ടല്ലോ പേൾ ഡൈവേഴ്സിൽ, അതായത് മുത്തുവേട്ടയില്ലേ, അവരുടെ യൂണിഫോമും കാര്യങ്ങളൊക്കെയാണ് ഈ കാണുന്നത്. പിന്നെ പഴയ ആൾക്കാരൊക്കെ ഉപയോഗിച്ചിരുന്ന പാത്രങ്ങൾ, അതുപോലെ തന്നെ ത്രാസ്, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ, പിന്നെ മുത്തുകളൊക്കെ കാണാൻ പറ്റും നമുക്കിവിടെ. പിന്നെ നമുക്കിവിടെ കാണുമ്പോൾ കുറെ ഖുർആൻസ് ഒക്കെ കാണാൻ പറ്റും കേട്ടോ. അതായത് 1800 1888 കാലഘട്ടത്തിലൊക്കെ എഴുതിയ ടൈപ്പ് ഖുർആനാണ്. അപ്പൊ എത്ര വർഷമായല്ലേ അത്. പഴയ കാലത്ത് ഖുർആന്റെ എഴുത്തൊക്കെ നോക്കിയേ. ഇവിടെ ഇതുപോലത്തെ കുറെ സ്ക്രീനുകൾ കാണണ്ട. പഴയൊരു ഓൾഡ് മൂവീസ് ഒക്കെയാണ്, ഈ അറബിക് ടൈപ്പ് മൂവീസ് ആണ് ഈ കാണുന്നത്. അവർ പഴയ മുത്തുവേട്ടക്കൊക്കെ പോയ ടൈപ്പ് മൂവീസ് ആണ് ഇത്. കുറെ ആൾക്കാരെ കാണുന്നൊക്കെ ഉണ്ട് കേട്ടോ. പല ടൈപ്പിൽ നല്ല രസമുള്ള സ്ക്രീൻ ഉണ്ട് കാണാനായിട്ട്. അതുപോലെ ഇവിടെ കുറെ മുത്തുകളൊക്കെ ശേഖരിച്ച് വെച്ചിട്ടുണ്ട്. അത് അളക്കണ പാത്രങ്ങളെല്ലാം ഉണ്ട് കേട്ടോ അവിടെ. അതുപോലെ നമുക്ക് ഇവിടെ ഒരുപാട് ഓർണമെന്റ്സ്, ഒറിജിനൽ ഗോൾഡ് ഒക്കെ ഇവിടെ കാണാൻ പറ്റും. പിന്നെ ഇതൊക്കെ ട്രഡീഷണൽ ആണ് ട്ടോ. പിന്നെ അതുപോലെ തന്നെ അവരുടെ വസ്ത്രങ്ങൾ, അതായത് ട്രഡീഷണൽ കല്യാണത്തിനൊക്കെ യൂസ് ചെയ്യുന്ന ഡ്രസ്സുകളെല്ലാം നമുക്ക് ഇവിടെ കാണാം. സെലിബ്രിറ്റി ഡ്രസ്സുകൾ, അവർ യൂസ് ചെയ്യുന്ന ആഭരണങ്ങൾ എല്ലാം ഇവിടെ ഉണ്ട് കേട്ടോ. ഈ ആഭരണമൊക്കെ നോക്കി. അതുപോലെ തന്നെ പണ്ടത്തെ കാലത്തെ വാദ്യോപകരണങ്ങൾ, വാളുകളൊക്കെ ഉണ്ട് കേട്ടോ അവിടെ. നേരത്തെ കണ്ട പോലെ തന്നെ വേറൊരു സ്ക്രീനാണ് കേട്ടോ അവിടെ തന്നെ ഉള്ളത്. അതിന്റെ വേറൊരു മൂവിയാണ് ഇതൊക്കെ. കുറച്ച് കണ്ടോണ്ടിരിക്കുന്ന രസമുണ്ട് അവിടെ. പിന്നെ ഈ സൈഡ് നോക്കിയപ്പോഴേ കുറെ ഗണ്ണുകളൊക്കെ കണ്ട്. ഇവര് വേട്ടക്കുമാരൊക്കെ യൂസ് ചെയ്തിരുന്ന ഗണ്ണുകളാണ് ട്ടോ സംഭവം ഇത്. അതുപോലെ തന്നെ അതിന്റെ തൊട്ടപ്പുറം തന്നെ വേറെ വാളിന്റെ സെക്ഷനും ഉണ്ട്. ഒരുപാട് വാളുകൾ ഉണ്ട് കേട്ടോ. പഴയ മോഡൽ ടെലഫോണ്, മറ്റേ കറക്കണ ടൈപ്പില്ലേ, ഫോൺ ചെയ്യാനായിട്ട് നമ്പറൊക്കെ കറക്കി വിളിക്കുന്ന ടൈപ്പാണ്. എന്നാലും എടുത്തു നോക്കട്ടെ, കറക്കി നോക്കാം സംഭവം എങ്ങനെയാണെന്ന്. ഈ കാണുന്ന ക്യാമറ ഉണ്ട്, പഴയ മോഡൽ ക്യാമറയാണ്. വിക്ടോറിയ 5 എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. ഡീറ്റെയിൽസ് ഒന്നും കൊടുത്തിട്ടില്ല ഇവിടെ. അതുപോലെ തന്നെ പഴയ ടൈപ്പ് ക്ലോക്കുകളും പിന്നെ ടെലഫോൺസും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ്. തയ്യൽ മെഷീനൊക്കെ ഇരിക്കണം നോക്കി. പിന്നെ അതുപോലെ തന്നെ ഇത് ടൈപ്പ് ചെയ്യണ സാധനമാണ്, ടൈപ്പിംഗ് മെഷീൻ ഇല്ലേ അത്. കമ്പ്യൂട്ടറിനൊക്കെ മുമ്പ് ടൈപ്പ് ചെയ്തിരുന്ന മെഷീനാണ്. ഈ കാണുന്നത് സ്വിച്ച് ബോർഡുകളാണ്, അതായത് സ്വിച്ചുകളില്ലേ പണ്ടത്തെ ടൈപ്പ്. നമ്മുടെ നാട്ടിലൊക്കെ പണ്ടത്തെ വീടുകൾക്കൊക്കെ ഉപയോഗിച്ചിരുന്ന സാധനമാണ് ഈ കാണുന്നത് സ്വിച്ച് ബോർഡ്. പിന്നെ അതുപോലെ തന്നെ തയ്യൽ മെഷീൻ ഉണ്ട് പഴയ ടൈപ്പ്. അതുപോലെ തന്നെ പഴയ കാലത്ത് സോഡാ കുപ്പി, ഗോളി സോഡ ഇല്ല അതിന്റെ കുപ്പികൾ. ഇത് കാണുന്നത് ഗ്രാമഫോണിന്റെ ഡിസ്ക് ആണ്. പണ്ട് പാട്ടൊക്കെ കേട്ടുകൊണ്ടിരുന്ന ഡിസ്കുകളാണ് ഈ കാണുന്നത്. പിന്നെ അതുപോലെ ടേപ്പ് റെക്കോർഡർ, പഴയ ടൈപ്പ് റേഡിയോ, ടെലിവിഷൻ, അങ്ങനെയൊക്കെ ഉള്ളതൊക്കെ ഉണ്ട്. ഈ കാണുന്ന ഗ്രാമഫോൺ, അതിന്റെ തൊട്ടിപ്പുറം തന്നെ പഴയ ടൈപ്പ് ഫാനുകളൊക്കെ ഉണ്ട് കേട്ടോ. പോസ്റ്റ് ഓഫീസിന്റെ മുമ്പിൽ കാണുന്ന ലെറ്റർ ബോക്സ് ഇല്ല, അത് ഈ കാണുന്നതാണ് കേട്ടോ. കത്തെല്ലാം ഇതിലാണ് ഇടാറുണ്ടായിരുന്നത്. അതുപോലെ തന്നെ സീഷെല്ലിന്റെ ഒരു ഡെമോ ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഈ സ്ക്രീൻ നോക്കി ഖത്തറിലെ ഓൾഡും പുതിയതൊക്കെ ആയിട്ടുള്ള കുറെ ഫോട്ടോസ് ഒക്കെ നമുക്ക് ടച്ച് ഒക്കെ ചെയ്യാം അതില്. ഇത് ഖത്തറിലെ ഷെയ്ഖ് ഹമദ് ബിൻ ഖലീഫ അൽത്താനിയുടെ സൈനിക യൂണിഫോം ആണ് കേട്ടോ. 1971 സൈനിക പഠനം കഴിഞ്ഞ ശേഷം അദ്ദേഹം ഔദ്യോഗിക ചടങ്ങുകൾ ഇത് ഉപയോഗിച്ചതാണ്. ഇവിടെ പിന്നെ നോക്കുമ്പോഴേ ഖത്തറിന്റെ പതാകയുണ്ട്. ഇതിനൊരു ചരിത്രം കൂടി ഉണ്ട് കേട്ടോ. മുൻപേ ഗൾഫ് പ്രദേശ ഗോത്രങ്ങൾ വിവിധ നിറത്തിലുള്ള തുണികളാണ്. ഖത്തർ പതാക ബ്രിട്ടനുമായുള്ള കരാറുകൾക്ക് ശേഷം രൂപം കൊണ്ടതാണ്. കാലാവസ്ഥ കാരണം ചുവപ്പ് മെറൂണായി മാറി. പതാകയിലെ 9 അറ്റങ്ങൾ ബ്രിട്ടനുമായി കരാർ ഒപ്പുവെച്ച 9ാമത്തെ ഗൾഫ് രാജ്യമാണതിനെ സൂചിപ്പിക്കുന്നത്. ഇവിടെ നമുക്ക് കുറെ സ്ക്രീനുകളൊക്കെ കാണാൻ പറ്റൂട്ടെ. ഇവിടുത്തെ സ്ക്രീനിൽ കാണുന്നത് 2013 ജൂൺ 25
ദോഹയിൽ നിന്നുള്ളൊരു സന്ദേശമാണ്. ഷെയ്ഖ് തമീം എപ്പോഴും രാജ്യത്തിന്റെയും ഖത്തർ ജനങ്ങളുടെയും സന്തോഷത്തിനാണ് മുൻഗണന നൽകുന്നതെന്നാണ് ഇതിൽ പറയുന്നത്. മ്യൂസിയത്തിൽ നിന്ന് ഞാൻ പുറത്തേക്ക് ഇറങ്ങിട്ടാ. ഈ മ്യൂസിയത്തിന്റെ അകത്തേക്ക് കയറാനായിട്ട് പാസ് ഉണ്ട്. ഈ കാണുന്നതാണ് പാസ്. അതായത് ഈ പാസിന് നോർമൽ റേറ്റ് വന്നത് 50 റിയാലാണ്. ഇന്ന് 25 റിയാലാണ്. റീസൺ വേറെ ഒന്നുമല്ല, ഇവിടെ കുറച്ച് മെയിൻ്റനൻസ് അകത്ത് നടക്കുന്നുണ്ട്. അപ്പം അതുകൊണ്ട് ഇന്ന് 25 റിയാലിന് കിട്ടി. പക്ഷെ എനിക്കൊക്കെ ഫ്രീ ആയിരുന്നു. കാരണം വേറെ ഒന്നുമല്ല, ഇതിൻ്റെ അകത്ത് കയറാനായിട്ട് ID, അതായത് ഖത്തർ പെർമിറ്റ് RP ഉള്ളവർക്ക് ഫ്രീ ആണ് ഇതിൻ്റെ അകത്ത് കയറാനായിട്ട്. അപ്പോൾ നമുക്ക് നോർമൽ, അതായത് വിദേശികൾ പിന്നെ വേറെ ആരെങ്കിലുമൊക്കെ ആയിട്ട് വരികയാണെങ്കിൽ അവർക്കൊക്കെ ഫീ ഉണ്ട്. 50 റിയാലാണ് മിനിമം ചാർജ് ചെയ്യുന്നത്. പിന്നെ ഇതിൻ്റെ അകത്ത് മ്യൂസിയത്തിൻ്റെ അകത്ത് കയറാനായിട്ടാണ് ചാർജ്. പുറത്തൊക്കെ കുറേ നമ്മൾ ഫോട്ടോസ് എടുക്കുക അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്, അതിനൊന്നും ഫ്രീ ആണ്. അതൊക്കെ ഇവിടെ എന്തായാലും പിള്ളേർക്ക് വന്നു കഴിഞ്ഞാൽ അടിപൊളിയാണ്. കുറേ പിള്ളേർ ഓടിച്ചാടിയൊക്കെ കളിക്കുന്നുണ്ട് അതിൻ്റെ മുകളിലൊക്കെ വന്നിട്ട്. അതൊക്കെ ഒരുത്തന്നെ അതിൻ്റെ മുകളിൽ കയറണമെങ്കിൽ. അപ്പോൾ നമ്മുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ, മ്യൂസിയത്തിലെ കാഴ്ചകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് അടിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ബെല്ലൈക്കൺ നിൽക്കുക. ബെല്ലൈക്കൺ നിൽക്കുക നിങ്ങൾക്ക് ഇതുപോലത്തെ വ്യത്യസ്തമായിട്ടുള്ള വീഡിയോകളൊക്കെ കാണാം. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം തരുന്നു. അസ്സലാമു അലൈക്കും.